ശിശുക്കൾ, വീഞ്ഞ്, സ്ത്രീകൾ, ലില്ലിപ്പൂക്കളും യേശുവിന് ഇഷ്ടമായിരുന്നെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് തൊടുപുഴയിൽ നിന്ന് നമ്മുടെ സഹപ്രവർത്തകനായി വന്നിരിക്കുന്ന ശ്രീ മുണ്ടയ്ക്കാമറ്റം എസ് മുണ്ടയ്ക്കാമറ്റത്തെ വേദിയിലേക്ക് ക്ഷണിക്കുക. നമ്മുടെ വിശിഷ്ട അതിഥി ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കേരളത്തിൽ നിന്നല്ല, ഭാരതത്തിൽ നിന്നല്ല, ലോക മലയാളികളുടെ ഇടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ആളാണ് നമ്മുടെ ബഹുമാന്യനായ ജോസ് കണ്ടത്തിൽ സാറ്. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ഇത് വ്യത്യസ്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട റെജി ചണ്ടാനിയാണ്. അതിനു മുൻപ് ഏറ്റവും ബഹുമാന്യനായ ജോസ് കണ്ടത്തിൽ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ചെയർമാൻ ശ്രീ റെജി ചണ്ടാനിയെ ക്ഷണിക്കുന്നു. നമുക്ക് മുത്തുമണിയെന്നോ വജ്രമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ സഭാ നവീകരണ പ്രവർത്തന രംഗത്തെ മഹനീയ വ്യക്തിത്വമാണ് നമ്മുടെ ജോസ്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നുകൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ധാരാളം സഭാ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രഭാഷണങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്നൊന്നിന് മികച്ചതായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ആ പ്രഭാഷണങ്ങൾ വീണ്ടും വീണ്ടും കണ്ടതായിട്ട് എനിക്ക് കാണാം. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റേറ്റിംഗ് നോക്കി അറിയാം. ഓരോ പ്രഭാഷണങ്ങളുടെ അടിയിൽ എത്ര പേര് കണ്ടു എന്നുണ്ട്. അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് എത്ര പേര് അതിൻ്റെ അടിയിൽ വന്ന് നോക്കിയിട്ട് പോകുന്നു നമുക്കറിയാം. ഞാൻ പറഞ്ഞത് വളരെ ലളിതമായിട്ട് സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്ന് അവൻ്റെ ഭാഷയിൽ, ആ ഭാഷാ ശുദ്ധിയിൽ കൃത്യമായിട്ടും കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുകയും വളരെ എന്താ പറയുക നിഷ്കളങ്കമായി, കൊച്ചുപിള്ളേർ പറയുന്നല്ലേ, വളരെ ലളിതമായിട്ട് നിഷ്കളങ്കമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അതിന് ബ്രേക്ക് ഒന്നുമില്ല. അതെങ്ങനെ പറഞ്ഞാൽ ശ്രീ ജോസ് കണ്ടത്തിൽ സാറിനെ ക്ഷണിക്കുന്നു. യേശു ആരായിരുന്നു? യേശു എന്തായിരുന്നു? യേശു എവിടെയായിരുന്നു? നമ്മളെയൊക്കെ ചെറുപ്പം മുതലേ പറഞ്ഞ് പഠിപ്പിച്ച് കണ്ടീഷൻ ചെയ്ത് യേശു ദൈവപുത്രനാണെന്നും യേശു ദൈവമാണെന്നും യേശു ആണെന്നും ഇതൊക്കെ പറഞ്ഞ് ഏകരക്ഷകനാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മളെ അങ്ങനെ ആക്കിയെടുത്തു. പക്ഷേ കാപ്പനച്ചൻ പറയുന്നു യേശു ഇതൊന്നും ആയിരുന്നില്ല. യേശു ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു. എല്ലാ മാനുഷിക ദൗർബല്യങ്ങളുമുള്ള ഒരു ഉത്തമ പ്രതിപുരുഷനായിരുന്നു. മനുഷ്യൻ്റെ ഒരു പ്രതിപുരുഷനായിരുന്നു. അദ്ദേഹം ഒരിക്കലും ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. ആരും അദ്ദേഹം ദൈവമാണെന്ന് പറഞ്ഞിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ അനുയായികളാണെന്ന് പറഞ്ഞ് ഈ ശിഷ്യന്മാരാരും യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. ശിഷ്യനല്ലാതെ കടന്നുകൂടി ഫ്രോഡ് അപ്പസ്തലനായിട്ട് വന്ന പൗലോസ് പോലും യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. പൗലോസ് പറയും ദൈവം അവനോടൊപ്പം ഉണ്ടായിരുന്നു, അവൻ ദൈവത്തിലുണ്ടായിരുന്നവൻ, അവൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിരുന്നു പറഞ്ഞത്. അവൻ ദൈവമായിരുന്നു പൗലോസ് പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. 4-ാം നൂറ്റാണ്ട് വരെ ആരും യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. യേശു അങ്ങനെ ആയിരുന്നുമില്ല. യേശു അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. യേശു പറയുന്നത് ഈ പറഞ്ഞ ദൈവത്തെപ്പറ്റി യേശു പറയുമ്പോഴും യേശു സത്യം പറഞ്ഞാൽ ദൈവത്തെ വേറൊരു രൂപത്തിലാണ് യേശു അവതരിപ്പിച്ചത്. യഹൂദന്മാരുടെ പ്രാകൃതമായ പാരമ്പര്യ വിശ്വാസത്തിൽ യഹോവ എന്ന് പറഞ്ഞ ആ യഹോവയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് യേശു രംഗപ്രവേശം ചെയ്യുന്നത്. യഹോവ എന്ന ഗോത്രദൈവത്തെ, ക്രൂരനായ ഗോത്രദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് യേശു വരുന്നത്. യേശുവിൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും യേശു യഹോവയുടെ പേര് ഉപയോഗിച്ചിട്ടില്ല. യേശുവിൻ്റെ ആകപ്പാടെ ഉണ്ടായിരുന്ന അവിടുത്തെ കാലഘട്ടം 3 വർഷമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കാലഘട്ടമൊന്നും കൃത്യമായിരിക്കണമെന്നില്ല. അതിനിടയ്ക്ക് യേശു അവിടെ വന്നെത്തിയത് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു? സെബാസ്റ്റ്യൻ കാപ്പനത്തിൻ്റെ പുസ്തകം തുടങ്ങുന്നത് തന്നെ പറയുന്ന യേശുവിനെ ജ്ഞാനസ്നാനം നമ്മൾ പറയില്ലേ, ബാപ്റ്റിസം അല്ലെങ്കിൽ അഭിഷേകത്തിന് ശേഷം ദൈവം തന്നെ യേശുവിനെ അംഗീകരിച്ചതിന് ശേഷമാണ് യേശു ഇങ്ങനെ രംഗത്ത് വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അതിനകത്ത് ഞാൻ അതിന് മുമ്പ് വായിച്ചിട്ടുള്ളതും പിന്നീട് കുറേ കൂടെ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി യേശുവിൻ്റെ ഈ ജ്ഞാനസ്നാനം തന്നെ ഒരു തട്ടിപ്പായിരുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാവില്ല. അത് ജെറോം AD ഞാൻ ഇച്ചിരി കാട് കയറിയാണ്. AD 383 ഇപ്പോഴത്തെ ഈ ബൈബിൾ എഡിറ്റ് ചെയ്ത് രംഗത്ത് വരുന്നത്. AD 383 യേശുവിന് ശേഷം 350 വർഷങ്ങൾക്ക് ശേഷം. വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ഒക്കെ ഗതി അതാണ് കേട്ടോ. ബുദ്ധൻ മരിച്ച് 300 വർഷങ്ങൾക്ക് ശേഷമാണ് ബുദ്ധൻ്റെ ചരിത്രം എഴുതി വെച്ചത്. അതിനകത്ത് ബുദ്ധനെ മനസ്സാവാച കർമ്മണ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ആരോപിക്കപ്പെട്ടു. ബുദ്ധൻ്റെ പേരിൽ, യേശുവിൻ്റെ പേരിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ ആരോപിക്കപ്പെട്ടു. ഏതായാലും ഈ ജ്ഞാനസ്നാനം എന്നത്
സത്യത്തിൽ ആകാശം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാപഞ്ച രൂപത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞ തിരക്കഥ തയ്യാറാക്കി വെച്ച ജെറോം 380 പേരുടെ തിരക്കഥയായിരുന്നു. സത്യത്തിൽ ഗലീലിയക്കാരായ സെലോട്ടുകൾ അല്ല റോമ സിംഹാസനത്തിൻ്റെ സായുധ കലാപം നടത്തി സ്വാതന്ത്ര്യം നേടണമെന്ന് ആഗ്രഹിക്കുന്ന തീവ്രവാദികളായ യുദ്ധവീരന്മാരായ സെലോട്ടുകൾ ഗലീലിയക്കാരായിരുന്നു. അവരുടെ നേതാവായിരുന്നു സത്യത്തിൽ ജോൺ ദി ബാപ്റ്റിസ്റ്റ് എന്നറിയപ്പെടുന്ന ജോണിൻ്റെ ഈ തീവ്രവാദ പ്രവർത്തനം റോമിന് അല്ലാത്ത ഭീഷണിയായി. റോമിനെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയാണ് ഗലീലിയയിലെ നമ്മുടെ ഹെറോദ് അന്തിപ്പാസ് എന്ന് പറഞ്ഞ അവിടുത്തെ ഭരണകർത്താവ് ഇങ്ങനെ പിടിക്കുന്നു, തലവെട്ടുകയല്ല പുരുഷതർച്ച കൊല്ലുന്നു, ഇല്ല തലവെട്ടിയെ പറ്റി കഥയുണ്ടാക്കി. അയാളെ ഹെറോദ് അന്തിപ്പാസിൻ്റെ ഭാര്യയുടെ മകള്, ആദ്യ ഭാര്യയിലെ മകൾ സലോമി ആവശ്യപ്പെട്ട് നൃത്തം കഴിഞ്ഞ് സമ്മാനമായിട്ട് തല വേണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സുന്ദരമായ തിരക്കഥകൾ മെനഞ്ഞുണ്ടാക്കി. സത്യത്തിൽ അതൊന്നും സംഭവിച്ചതല്ല. കാരണം അവിടെ ഈ സെലിബ്രിറ്റികളെ പിടിച്ചാൽ കൊന്നിട്ടുണ്ട്, ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. അതിനെ നമ്മൾ കഥയാക്കി ഒരു ഉത്സവമാക്കിയെടുത്ത് ആഘോഷമാക്കിയെടുത്ത് സ്നാപയോഹന്നാൻ്റെ സ്നാനം സ്വീകരിച്ച് ആകാശവാതിലുകൾ തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാപഞ്ച രൂപത്തിൽ വന്നു. നമുക്കൊരു അതിശയോക്തി കലർന്ന് ഒരുപാട് എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഒരുപാട് കെട്ടുകഥകൾ വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന യേശു ഈ ജോൺ ദി ബാപ്റ്റിസ്റ്റ് തലവെട്ടി കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അണികളും അവിടുന്ന് ഒളിവിപ്പോയി. യേശുവിന് ഭയം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, യേശു എന്ന മനുഷ്യൻ പൂർണ്ണമായും ഒരു മനുഷ്യനായിരുന്നു. എല്ലാ മാനുഷിക ദൗർബല്യങ്ങളും യേശുവിനുണ്ടായിരുന്നു. യേശുവിന് ഭയം ഉണ്ടായിരുന്നു, യേശുവിന് കോപം ഉണ്ടായിരുന്നു, യേശുവിന് മറ്റുള്ള ദൗർബല്യങ്ങളുണ്ട്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം വീഞ്ഞും സ്ത്രീകളും വലിയ വീക്ക്നെസ്സായിരുന്നു. യേശുവിൻ്റെ കൂടെ എപ്പോഴും സ്ത്രീകളുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് തുല്യതയുണ്ടായിരുന്നു യേശുവിൻ്റെ കൂടെ. അവർ സ്ത്രീകൾ രണ്ടാം കിട അല്ലെങ്കിൽ പൗലോസൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയല്ല. യേശു സ്ത്രീകളെ സ്വന്തം കൂട്ടത്തിൽ തുല്യ നിലയിലാണ് കണക്കാക്കിയതും അവരുടെ കൂടെ ഇന്നും ഉണ്ടായിരുന്നു. ശിശുക്കൾ, വീഞ്ഞ്, സ്ത്രീകൾ, ലില്ലിപ്പൂക്കളും യേശുവിന് ഇഷ്ടമായിരുന്നു പറയപ്പെടുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ. യേശു കോപിച്ചിട്ടില്ലേ? പത്രോസിൻ്റെ നേരെ കോപിച്ചിട്ടില്ലേ? സാത്താനായിട്ട് അകന്നു പോകാൻ പറയും. യേശു ക്ഷിപ്രകോപിയായിരുന്നു. യേശു ഭീരുവായിരുന്നെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. യോഹന്നാൻ തലവെട്ടി കഴിഞ്ഞപ്പോൾ യേശു കൂട്ടാളികളും അവിടെ നിന്ന് കൊടിയും ജീവന് പേടിയുണ്ടായിരുന്നു. കാരണം മാനസികമായ എല്ലാ കാര്യങ്ങളും യേശുവിനുണ്ടായിരുന്നു. യേശു ഒരു പൂർണ്ണമായ മനുഷ്യനായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതുപോലെ യേശു ഒരിക്കലും ഞാൻ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ അവകാശപ്പെട്ടിട്ടില്ല. യേശുവിൻ്റെ ഒരു പഠനങ്ങളിലും എല്ലാ മനുഷ്യരെയും സമന്മാരായിട്ട് കാണാനാണ് യേശു പഠിപ്പിച്ചത്. ആ ജനങ്ങളെ പാവപ്പെട്ടവരുടെയും പാപികളുടെയും ചുങ്കക്കാരുടെയും ഇടയിലേക്ക് ഇറങ്ങിച്ചേർന്ന് അവരിലൊരാളായി അവരുടെ കൂടെ പട്ടിണിയും പരിവട്ടവും അനുഭവിച്ച്, ദാരിദ്ര്യം അനുഭവിച്ച്, ഭീഷണിയും അതുപോലെ മറ്റുള്ള പരിഹാസങ്ങളും ഏറ്റുവാങ്ങി അവരോടൊപ്പം യേശു കഴിഞ്ഞുകൂടി. അവരിലൊരാളായി മാറി. അവരുടെ ഹൃദയത്തിൽ യേശുവിന് സ്ഥാനം കിട്ടി. യേശു അവരുടെ അത്രയേറെ പോകുന്നതായ